നമുക്കില്ലേ ആലപ്പുഴ വ്ളോഗ് കണ്ടു നോക്കിയാലോ? അപ്പോൾ ആലപ്പുഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പുലർച്ചെ ഒരു 3 മണിക്ക് പുറപ്പെട്ടതായിരുന്നു. പിന്നെ രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തിയ സമയത്ത് അവിടെ ബോട്ട് ക്ലീനിങ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് സമയം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മണിയോടെയാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ചെറിയ ഹോളാണ് കേട്ടോ അത്. ഇവിടെ TV അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് സോഫ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ബോട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ അവർ വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടെ തന്നെ 3 ബെഡ്റൂംസും താഴെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ 4 ഫാമിലിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മുകളിലത്തെ നിലയിലും നമുക്ക് ഇരിക്കാൻ പറ്റിയ സോഫയും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എൻഡിലാണ് കേട്ടോ കിച്ചൺ വരുന്നത്. അപ്പോൾ അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല. അപ്പോൾ നമ്മളിവിടെ ബോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവരാണ് കേട്ടോ ഈ ഒരു കായൽ മൊത്തം നമ്മളെ ചുറ്റിച്ച് കാണിച്ചു തന്നത്. രാവിലെ കയറിയിട്ട് വൈകുന്നേരം ഇറങ്ങാമെന്ന നിലക്കായിരുന്നു കേട്ടോ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും 3 കായലിലൂടെ നമ്മൾ പോയി വരുന്നതായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പുന്നമടക്കായലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് വേറെ ബോട്ടുകളൊക്കെ തന്നെ കാണാൻ പറ്റും. നല്ല ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ തോണികളൊക്കെ ഉപയോഗിച്ച് പോകുന്നത് ഇഷ്ടം പോലെ തന്നെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ നമ്മുടെ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാടൻ ഫുഡാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ കാണിച്ച ആ ഒരു കിച്ചണിൽ വെച്ചാണ് കേട്ടോ അവർ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ മീൻ കറി, സാമ്പാർ, മോരുകറി, പിന്നെ കരിമീനും നെത്തോലിയും ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ഐറ്റം ഉപ്പേരി ഉണ്ടായിരുന്നു. പയറും അതുപോലെ തന്നെ കേബേജ് ഉപ്പേരി, കൂടെ തന്നെ സലാഡും പപ്പടവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് കേട്ടോ ഒരു തോണിയിൽ ഒരു ചേട്ടൻ ഐസ്ക്രീം വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി കഴിച്ചിട്ട് ഏകദേശം ഒരു 4 മണിയോടെ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബോട്ടിൽ നിന്ന് ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ പറ്റിയതൊക്കെ നല്ല രസമുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ
അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പോന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ഏകദേശം 1 മണിയോടെ ആയിരുന്നു രാത്രി. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു ആലപ്പുഴൻ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ്.